Hi everyone, welcome back to Harrison Academy. I'm Rizwan Ramzan Ahmed. ഇത് നമ്മുടെ യൂട്യൂബ് മാർക്കറ്റിംഗ് സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആൻഡ് ഈ ഒരു സീരീസിൽ നമ്മൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്ത് കൊണ്ടുവരാം, എങ്ങനെ യൂട്യൂബിൽ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഈ വീഡിയോസ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ട് അതിന് ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തതിനാൽ മൊത്തം വീഡിയോസ് കാണാനായിട്ട് പറ്റും. ഇനി ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ടു ദ ചാനൽ, കാരണം യു ഡോണ്ട് റിയലി വാണ്ട് ടു മിസ് ഔട്ട് all the videos or any of the future videos as well. So ഇന്നത്തെ വീഡിയോ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നിങ്ങളുടെ വീഡിയോസ് യൂട്യൂബിന് വേണ്ടിയിട്ടായിട്ട് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ലെറ്റ്സ് നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടറോ ഒരു ലാപ്ടോപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണോ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല, കയ്യിൽ ഒരു ഡിവൈസസും കാര്യങ്ങളൊന്നുമില്ല, ഫോണിലാണ് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അങ്ങനെ. നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫൂട്ടേജസ്, ലെറ്റ്സ് ബി റോൾസ് ഉണ്ടെങ്കിൽ ബി റോൾസ്, അതല്ല വേറെ പിക്ചേഴ്സോ കാര്യങ്ങളോ എലിമെന്റ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് സോർട്ട് ചെയ്ത് വെക്കുക, ഓർഗനൈസ് ചെയ്തിട്ട് വെക്കുക എന്നുള്ളത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ആണ്. കാരണം എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാൻ ഭയങ്കര സുഖമുള്ള ചെറിയൊരു ടേമാണ്, പക്ഷെ വൺസ് എഡിറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പണിയുള്ളൊരു പണിയാണ്. സോ അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും ഈ ഫയൽസും കാര്യങ്ങളൊക്കെ പോയിട്ട് സോർട്ട് ചെയ്യണം, കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ അത് ഓൾറെഡി ഒരുപാട് സമയം കിൽ ചെയ്യും. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ വീഡിയോ കാണുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരിടത്ത് കൊണ്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്നതും വേണ്ടാത്തതും എന്ത് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക, സോർട്ട് ചെയ്യുക. വി കോൾ ഇറ്റ് ആസ് സോർട്ടിങ് ഓർ ഫിൽറ്ററിങ്. സോ ആ ഫസ്റ്റ് പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. എഡിറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഫയൽസും അവിടെ കൊണ്ടുവന്നിട്ട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ, ഫോണിലായിക്കോട്ടെ അതല്ല സിസ്റ്റത്തിലായിക്കോട്ടെ, കൊണ്ടുവന്നിട്ട് അവിടെ പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ഡംപ് ചെയ്യുക. വൺസ് നിങ്ങൾ ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. നിങ്ങൾ iOS ആണ്, ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ VN ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ചോസൺ അല്ലെങ്കിൽ ഓപ്റ്റഡ് ഓപ്ഷൻ ബൈ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. കാരണം ഫ്രീ ആണ്, ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്, ഇന്റർഫേസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിട്ട് ഭയങ്കര ഈസിയാണ്, എളുപ്പമാണ്. ആൻഡ് അവിടെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ആയിക്കോട്ടെ, എഫക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് ഈസിലി പറ്റുന്നതാണ്. നമുക്ക് വേണ്ട തരത്തിൽ പല ക്വാളിറ്റി ഔട്ട്പുട്ട്, നമുക്ക് ഈവൻ 4K ഔട്ട്പുട്ട് നമുക്ക് അവിടെ നിന്ന് ഈസിലി ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി ഇതല്ലാതെ ഒരുപാട് വേറെ ടൂൾസ് അവൈലബിൾ ആണ്. ഇൻഷോട്ട് അവൈലബിൾ ആണ്, ഫിൽമോറ ഗവൺമെന്റിലുള്ള ടൂൾ അവൈലബിൾ ആണ്. ഇനി ഇതൊന്നും അല്ലാതെ ഒരുപാട് പെയ്ഡ് ടൂൾസ് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ അതല്ല iOS ആണെന്നുണ്ടെങ്കിലും ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിലും ഇൻബിൽഡ് ആയിട്ടുള്ള ഒരുപാട് ടൂൾസ് മൊബൈൽ ഫോൺസിൽ നമുക്ക് ഓൾറെഡി കാണുന്നതും ഇന്നൊരു പതിവായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിലാണ്, ലാപ്ടോപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. പ്രീമിയർ പ്രോ അവൈലബിൾ ആണ്. ഇനി മാക്കിലാണെന്നുണ്ടെങ്കിൽ VN തന്നെ അതിന്റെ മാക് വേർഷൻ അവൈലബിൾ ആണ്. ഇനി VN തന്നെ മാക് വേർഷൻ അവൈലബിൾ ആണ്. ഇനി ഇതൊന്നും അല്ലാതെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരുപാട് ടൂൾസ്, ക്ലിപ്പ് ചാമ്പ് ഒക്കെ പോലുള്ള ഒരുപാട് ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. സോ വിൻഡോസിനും മാക്കിനും സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് ഫ്രീ ടൂൾസും അല്ലാത്ത ടൂൾസും അവൈലബിൾ ആണ്. സോ നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലെറ്റ്സ് സേ മൊബൈലിൽ മാത്രം എഡിറ്റ് ചെയ്തിട്ട് പരിചയമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോൺസ് നിങ്ങളുടെ പ്രിഫറൻസ് ആണെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക. അതല്ല, കുറച്ചും കൂടെ ഡൈനാമിക് ആയിട്ട് കുറച്ചും കൂടെ പ്രൊഫഷണലി എഡിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് പ്രീമിയറിൻ്റെ എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുള്ള ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. അതല്ലാത്തതായിട്ടുള്ള ഒരുപാട് ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ബേസിക് ആയിട്ട് ട്രിം ചെയ്യാനും അത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ ആവശ്യാനുസരണം മാത്രം അടുത്ത കാര്യങ്ങൾ പഠിക്കുക. സോ ഏത് ടൂൾ അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതിന് അങ്ങനെ പ്രത്യേകിച്ചൊരു അർത്ഥവും അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ആൻസറൊന്നും അതിനില്ല. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് എന്താണോ അവൈലബിൾ ആയിട്ട് വരുന്നത്, നിങ്ങൾക്ക് എന്താണോ അറിയുന്നത്, നിങ്ങൾക്ക് എന്താണോ റിക്വയർഡ് ആയിട്ട് വരുന്നത്, അത് യൂസ് ചെയ്യുക. മിക്ക സമയത്ത് നമുക്ക് ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും എന്നുള്ളതാണ്. കുറച്ച് എക്സ്ട്രാ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുള്ളത് സത്യമാണ്. പക്ഷെ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു ചിലവും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഓഡിയോ ആണെന്നുണ്ടെങ്കിലും ലെറ്റ്സ് നിങ്ങൾക്ക് സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടൂൾസിലൊക്കെ പ്രീസെറ്റ്സ് ആയിട്ടും അല്ലാതെയും ഫ്രീ ആയിട്ടും അല്ലാതെയും ഒരുപാട് സൗണ്ട് എഫക്ട്സ് അവൈലബിൾ ആണ്. നോൺ കോപ്പി റൈറ്റഡ് ആയിട്ടുള്ള സൗണ്ട് എഫക്ട്സും മറ്റു ഓഡിയോ എഫക്ട്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആണ്. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇനി ഇതൊന്നും വേണ്ട, യൂട്യൂബിൽ തന്നെ പോയിട്ട് നോൺ കോപ്പറേറ്റഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ സൗണ്ട് എഫക്ട്സ് കൊടുത്തതിനാൽ നിങ്ങൾക്ക് അത് അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. സോ ഈ പോസിബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ. ഇഫ് യെസ്, കമന്റ് ഡൗൺ ബിലോ. ആൻഡ് ഇഫ് യു വാച്ച് till now, please make sure you subscribe to the channel to not miss out any of the future videos. We'll see you in the next one. Until then, take care, stay tuned, and zero pages.